രാത്രിക്ക് രാത്രി ഡൽഹിയിലുണ്ടായിരുന്ന എല്ലാ കേരള എം.എൽ.എമാരും നിയുക്ത എം.എൽ.എമാരും കേരളത്തിലേക്ക് എത്തിപ്പറ്റിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തല എയർപോർട്ടിൽ ഖദറൊക്കെ മാറ്റി നടന്നു വരുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വൈറലാകുന്നുണ്ട്. മാത്രമല്ല, ഇവരുടെ അടി ഒഴിഞ്ഞിട്ട് നേരമില്ലല്ലോ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനായിട്ട്. രാഹുൽ ഗാന്ധി ഏതായാലും ഡൽഹിയിൽ ഇന്നും ഉണ്ടാകില്ല. രാഹുൽ ഗാന്ധി ഇന്ന് തമിഴ്നാട്ടിലേക്ക് വരികയാണ്. അവിടെ വിജയുടെ മുഖ്യമന്ത്രി സ്ഥാനം ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് സത്യപ്രതിജ്ഞ ഇന്ന് രാവിലെ 10 മണിക്കുണ്ട്. രാഹുൽ ഗാന്ധിയാണ് എത്താൻ പോകുന്നത്. എന്തായാലും കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ ഉടലെടുത്ത തർക്കങ്ങളും ചേരിതിരിവുകളും ശക്തി പ്രകടനങ്ങളും തെരുവിലേക്ക് പടർന്നതിൽ കടുത്ത അമർഷം രേഖപ്പെടുത്തി രാഹുൽ ഗാന്ധി. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിച്ച് രംഗത്തുള്ള കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരെ AICC അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയുടെ വസതിയിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് രാഹുൽ രൂക്ഷമായി വിമർശിച്ചത്. നേതാക്കളുടെ വാദമുഖങ്ങൾ കേട്ട രാഹുൽ ഗാന്ധി നിലവിലെ വിഭാഗീയത അന്തരീക്ഷത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്താൻ കഴിയില്ലെന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട്. തെരുവിലെ ശക്തി പ്രകടനങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുമോ എന്ന് ഹൈക്കമാൻഡ് ഒന്നടങ്കം നേതാക്കളോട് ചോദിച്ചു. അണികളുടെ പോര് അവസാനിപ്പിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുമെന്നും പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷം മാത്രമേ പ്രഖ്യാപനം ഉണ്ടാകൂ എന്നും ഖാർഗെയും നിലപാട് കടുപ്പിച്ചിരുന്നു. ഹൈക്കമാൻഡിന്റെ കർശന താക്കീതിനെ തുടർന്ന് യോഗത്തിനു ശേഷം പുറത്തിറങ്ങിയ 3 നേതാക്കളും ഒന്നിച്ച് മാധ്യമങ്ങളെ കണ്ട് ഐക്യത്തിന് ആഹ്വാനം ചെയ്യുകയായിരുന്നു. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള വിഭാഗീയത അവസാനിപ്പിക്കാൻ കർശന നിലപാട് മൂവരും സ്വീകരിച്ചത് പ്രവർത്തകർ ആർക്കും വേണ്ടി പ്രകടനങ്ങൾ നടത്തരുത് എന്നും ഇത്തരം നടപടികൾ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരെ വേദനിപ്പിക്കുന്നു എന്നും നേതാക്കൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു. പാർട്ടിയിൽ കടുത്ത ഭിന്നതയുണ്ടെന്ന രീതിയിലുള്ള പ്രചരണങ്ങൾക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ കാരണമാകും എന്നും അതിനാൽ ഇനി ഒരിടത്തും ഒരു തലത്തിലും പ്രകടനങ്ങളും പാടില്ല എന്നും നേതാക്കൾ പ്രവർത്തകരോട് അഭ്യർത്ഥിച്ചിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ഈ മൂവരും ചേർന്നുള്ള ഐക്യം പ്രഖ്യാപിക്കാനുള്ള ആ ഒരു മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന ആ ഒരു കാഴ്ച കണ്ടാൽ തന്നെ അറിയാം അത്ര സന്തുഷ്ടനല്ല വി.ഡി. എന്നുള്ളത്. അത് ഈ രമേശ് ചെന്നിത്തലയും അങ്ങനെ തന്നെയാണ്, വലിയ രീതിയിൽ സംസാരിച്ചൊന്നുമില്ല. കെ.സി. വേണുഗോപാലും നമുക്ക് ഒരു ചിരിയൊക്കെ തന്നെ ഇടയ്ക്ക് മുഖത്ത് കാണാനും സാധിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും കെ.സിക്കോ രമേശ് ചെന്നിത്തലയ്ക്കോ ആണ് സ്ഥാനം ലഭിക്കുക. അതും കഴിഞ്ഞേ വി.ഡി. സതീശനെ പരിഗണിക്കുള്ളൂ എന്നുള്ള രീതിയിലെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പക്ഷെ വി.ഡി. സതീശനല്ല, മറ്റൊരാളാണ്, കെ.സിക്കും ആർ.സിക്കും ഇടയിലുള്ള ഒരാളാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിനിടയ്ക്ക് ഒരു ജനങ്ങൾ എന്ന സാധാരണക്കാരായ ജനങ്ങൾ പ്രകടനങ്ങൾ വേണ്ട എന്നുള്ളത് തീർച്ചയായും അവർ കോൺഗ്രസ് പ്രവർത്തകരോടാണല്ലോ പറയുന്നത്. പ്രവർത്തനത്തിൽ ഒന്നും പെടാത്ത സാധാരണക്കാരായ ജനങ്ങൾ ഒരു പക്ഷേ ഒരു മോശം അഭിപ്രായം പറയാനുള്ള സാധ്യത ഉണ്ടെന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നേതാക്കൾക്കായി സ്ഥാപിച്ചിട്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ ഇന്ന് രാവിലെയോടുകൂടി തന്നെ നീക്കം ചെയ്യണമെന്ന് സതീശനും കെ.സിയും ചെന്നിത്തലയും നിർദ്ദേശിച്ചു. ആർക്കും അനുകൂലമായി തെരുവിൽ ഇറങ്ങരുത്. നേതാക്കളെ ഇഷ്ടപ്പെടുന്നതിൽ തെറ്റില്ലെങ്കിലും അത് മറ്റുള്ളവരെ അപമാനിക്കുന്ന രീതിയിലേക്ക് മാറരുതെന്നും അവർ ഓർമ്മിപ്പിച്ചു. ജനങ്ങൾക്ക് മുൻപിൽ പാർട്ടിയുടെ ചിത്രം മോശമാക്കാൻ നിലവിലെ സംഭവങ്ങൾ കാരണമായിട്ടുണ്ട്. പാർട്ടിയാണ് വലുതെന്നും ജനങ്ങളാണ് പരമപ്രധാനമെന്നും വ്യക്തമാക്കിയ നേതാക്കൾ തെരുവിൽ പോരുകൾ ഇന്നത്തോടുകൂടി അവസാനിപ്പിക്കണമെന്ന് അണികളോട് ആവശ്യപ്പെട്ടു. ഹൈക്കമാൻഡ് തീരുമാനം വരുന്നതുവരെ സമാധാനപരമായി കാത്തിരിക്കാനാണ് നിർദ്ദേശം. കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലെ വിവരങ്ങൾ രാഹുൽ ഗാന്ധിയെ ധരിപ്പിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി പദവി സംബന്ധിച്ച അന്തിമ തീരുമാനത്തിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾക്കും നിർണായകമാകും. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുമായി വീണ്ടും ഹൈക്കമാൻഡ് ഉടൻ ആശയവിനിമയം നടത്തും. സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ അച്ചടക്കം പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം ഘടകകക്ഷികളെയും സംസ്ഥാന നേതൃത്വത്തെയും ഹൈക്കമാൻഡ് ബോധ്യപ്പെടുത്തും. നിലവിലെ സാഹചര്യത്തിൽ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുൻതൂക്കം കൽപ്പിക്കപ്പെടുന്നത്. സീനിയോറിറ്റിയും മുൻപ് പാർട്ടിക്ക് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്ത പാരമ്പര്യവും ചെന്നിത്തലയ്ക്ക് അനുകൂല ഘടകമാണ്. എന്നാൽ AICC സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിനായി ഹൈക്കമാൻഡിലെ ഒരു വിഭാഗം ശക്തമായി രംഗത്തുണ്ട്. ഡൽഹിയിലെ അധികാര കേന്ദ്രങ്ങളുമായുള്ള അടുത്ത ബന്ധം രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തൻ എന്ന നിലയിലുള്ള സ്വാധീനവും വേണുഗോപാലിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. അവസാന നിമിഷം കാര്യങ്ങൾ വേണുഗോപാലിന് അനുകൂലമായി മാറിമറിയാനുള്ള സാധ്യതയും രാഷ്ട്രീയ നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല.
എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ നിലപാടും നിർണായകമാണ്. വി.ഡി. സതീശൻ തുടരണമെന്ന നിലപാടിൽ ലീഗ് സമ്മർദ്ദം ശക്തമാക്കിയാൽ ഹൈക്കമാൻഡിന് അത് തള്ളിക്കളയുക എളുപ്പമാകില്ല. കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സതീശൻ നടത്തിയ പ്രകടനം ഘടകകക്ഷികൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സതീശന്റെ പേരും സജീവ പരിഗണനയിലുണ്ട്. എന്നാൽ ഗ്രൂപ്പ് വൈരാഗ്യം തെരുവിലേക്ക് പടർന്നത് ഹൈക്കമാൻഡിനെ ചൊടിപ്പിച്ചിട്ടുമുണ്ട്. ഉമ്മൻചാണ്ടിയുടെയും മറ്റ് നേതാക്കളുടെയും ഫ്ലക്സുകൾ കീറുകയും പരസ്യമായി പോർവിളികൾ നടത്തുകയും ചെയ്ത നടപടിയെ പാർട്ടി അതീവ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. വിഭാഗീയതയുടെ ഭാഗമായി ഉയർന്നു വന്ന എല്ലാ ഫ്ലക്സ് ബോർഡുകളും KPCC ആസ്ഥാന പരിസരത്ത് നിന്നും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നീക്കം ചെയ്യാൻ കർശന നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. തെരുവ് യുദ്ധം പാർട്ടിയുടെ വിജയത്തിന്റെ ശോഭ കെടുത്തുന്നു എന്ന് നേതാക്കൾക്ക് ഹൈക്കമാൻഡ് മുന്നറിയിപ്പ് നൽകി. അച്ചടക്ക ലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന സൂചനയും ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. നേതാക്കൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ ഖാർഗെയുടെ വസതിയിൽ നടന്ന ചർച്ചയിൽ 3 നേതാക്കളും തങ്ങളുടെ വാദമുഖങ്ങൾ കൃത്യമായി അവതരിപ്പിച്ചു. MLA-മാരുടെ പിന്തുണ തനിക്കാണ് എന്ന് വേണുഗോപാൽ അവകാശപ്പെടുമ്പോൾ സീനിയോറിറ്റിയും കീഴ്വഴക്കവുമാണ് ചെന്നിത്തല ഉയർത്തിക്കാട്ടുന്നത്. ഘടകകക്ഷികളുടെ വിശ്വാസം ആർക്കാണോ അവർ നയിക്കട്ടെ എന്ന നിലപാടാണ് സതീശൻ സ്വീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പദവിയില്ലെങ്കിൽ മറ്റ് പദവികൾ വേണ്ടെന്ന നിലപാടും അദ്ദേഹം ഹൈക്കമാൻഡിനെ അറിയിച്ചതായാണ് വിവരം. 3 പ്രമുഖ നേതാക്കളും അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ സമവായത്തിലൂടെ ഒരു പേര് കണ്ടെത്തുക എന്നത് ഹൈക്കമാൻഡിന് വലിയ വെല്ലുവിളിയാണ്. ഗ്രൂപ്പ് പോര് രൂക്ഷമായ സാഹചര്യത്തിൽ ഒരു കറുത്ത കുതിര മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യതയും ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഏതായാലും ഹൈക്കമാൻഡ് പ്രതിനിധികൾ ഓരോ MLA-മാരുടെയും വ്യക്തിപരമായ അഭിപ്രായം കൂടി ശേഖരിച്ചിട്ടുണ്ട്. ഭരണ തുടർച്ച നഷ്ടപ്പെട്ട ഇടതുമുന്നണിയെ പിന്തള്ളി അധികാരത്തിലെത്തിയ UDF-ന് തുടക്കത്തിൽ തന്നെ ഗ്രൂപ്പ് പോര് വിനയാകുമോ എന്ന ആശങ്കയും പ്രവർത്തകർക്കിടയിൽ ഉണ്ട്.